ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ട ഒരുപാട് പാവങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയാം. പണം കിട്ടിയവരുമുണ്ട്, ഹൈറിച്ച് മൂലം ധനികരായവരുമുണ്ട്. കാരണം ഞാൻ ഈ പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ വരവിനെ തിരിച്ചു വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളോടാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേസ് അതിൻ്റെ വഴിക്ക് നീങ്ങുന്നുണ്ട്. കേസ് ഇങ്ങനെ നീട്ടി പോവുകയാണ്. ഇപ്പോൾ കേസ് നടത്താൻ വക്കീലിന് കാശ് കൊടുക്കാൻ പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിരന്തരമായിട്ട് പിരിവുകൾ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിരിവിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇന്ന് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ക്രൗഡ് ഫണ്ടിങ് ഒരിക്കലും അത് അനുവദനീയമല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് എത്രത്തോളം നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊരു ഇഷ്യൂ ആയി എന്ന് കേട്ടപ്പോൾ ചോദിച്ചറിഞ്ഞിടത്തോളം അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരാൾക്കും ഫണ്ട് പിരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഫണ്ട് തടഞ്ഞു വെക്കൽ ഉള്ള അധികാരം അത് ബാങ്കിനുണ്ട്. ബാങ്ക് സ്വന്തം ഇഷ്ടപ്രകാരം തടഞ്ഞു വെക്കലല്ല, അത് റിപ്പോർട്ട് അത് നിയമത്തിൻ്റെ രീതിയിൽ അത് അറിയിക്കുന്നിടത്ത് അറിയിക്കുകയും വേണം. അതാണിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ബാങ്കിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ള ആളുടെ നമ്പരും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഹൈറിച്ചിൻ്റെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അയാളുടെ വോയിസും അവിടെ ഷെയർ ചെയ്ത് ഇയാളാണ് ഈ നമ്മുടെ കേസിനെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്ന് പറയുകയും ഇയാളുടെ നമ്പറിലേക്ക് എല്ലാ ആളുകളും വിളിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലപ്പോഴും നിങ്ങൾ പാവങ്ങളായ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ വാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും പണം പിരിക്കുന്നതൊക്കെ ഇത് നിയമത്തിൻ്റെ മുന്നിൽ ഒരു സ്കാം നടത്തിയിട്ടുള്ളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കോടതിയിൽ വിധി വന്നിട്ടില്ലെങ്കിലും നിയമപാലകരുടെ അന്വേഷണ റിപ്പോർട്ടിലും EDയുടെ റിപ്പോർട്ടിലും അതുപോലെ ജില്ലാ കളക്ടറുടെ കൊടുത്തിട്ടുള്ള വിശദീകരണത്തിലൊക്കെ ഹൈറിച്ച് എന്നൊരു കമ്പനി മണി റൊട്ടേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മണി ചെയിൻ എന്നൊരു തെറ്റായൊരു കാര്യം പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ള പേരിലാണ് കേസ് നടക്കുന്നതും അത് ഓഫീസ് പൂട്ടിയിട്ടുള്ളതും അക്കൗണ്ടുകൾ ഫ്രീസായിട്ടുള്ളതും. അത് മാത്രമല്ല കേസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കും എന്നുള്ളതുകൊണ്ടും ക്രിമിനൽ കുറ്റമാണെന്നുള്ളതിന് ബോധ്യത്തിൽ തന്നെയാണ് അതിൻ്റെ MD മാസങ്ങളായിട്ട് ജയിലിൽ കഴിയുന്നതും. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. വെറുതെ ആരെങ്കിലും പറഞ്ഞ പരാതിയുടെ പേരിലൊന്നും ഒരു കമ്പനിയുടെ MDയെ മാസങ്ങളോട് അകത്തിടാനൊരു വകുപ്പുമില്ല. ഇവിടെ കോടതിയില്ലേ, കോടതിയിൽ പോയിട്ട് പറഞ്ഞിട്ടും എത്രത്തോളം ഇതിനെ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് വാദിച്ചിട്ടും എന്തുകൊണ്ട് അയാൾ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ തന്നെ കമ്പനി നടത്തിയിട്ടുള്ള കൃത്യത്തിൻ്റെ കുറ്റം എത്ര ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇവിടെ ഈ നിക്ഷേപകരൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടു, ഞങ്ങളുടെ കമ്പനിയാണ്, ഞങ്ങൾക്ക് കേസ് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് സഹായിച്ചുകൂടെ. ആ വാദങ്ങളൊക്കെ ശരിയാണ്, കാശ് കൊടുക്കുന്നതൊന്നും തെറ്റല്ല. പക്ഷേ കാശ് ഇതിനു വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് അതിന് നിയമമുണ്ട് നാട്ടിൽ, അറിയാത്തവരത് അറിഞ്ഞിരിക്കുക. അത് അനുവദനീയമല്ല, അതിനെതിരെ ആർക്കും പ്രതികരിക്കാം. നിങ്ങളിതുവരെ ഒരു ജോണിച്ചായനും ഒരു നസീറിനെയും അല്ലെങ്കിൽ സനൂദ് ഭായിനെയൊക്കെ ചിങ്കിസ് ഖാനൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. ഈ നെഗറ്റീവ് ഗ്രൂപ്പിൽ സ്വരൂപിനെ പോലത്തെ കുറച്ച് ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ നാട്ടിൽ പ്രബുദ്ധരായ കേരളത്തിൽ ഒരുപാട് ആളുകളും സംഘടനകളൊക്കെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരൊന്നും ഇതിന് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് കൂടുതൽ ശ്രദ്ധയാകർഷിച്ച് പ്രശ്നമായി കഴിഞ്ഞാൽ സംഘടനാ നേതൃത്വത്തിൽ തന്നെ ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ പോലും കഴിയൂല, കേസൊക്കെ പെട്ടെന്ന് വിധിയായിട്ട് വരും. ഇവിടെ ഒരു 4-5 ആളുകൾ ഇരുന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ സംസാരിക്കുന്നത് മൂലം നിങ്ങൾ ഈ കോലത്തിലായി തകർന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിയമത്തിൻ്റെ ഗൗരവം, തെറ്റ് ചെയ്തതിന് തെറ്റിൻ്റെ ഗൗരവം നിയമം എത്രത്തോളം കർശനമാണ് എന്നുള്ളതാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവിടെ കാശ് പിരിക്കുന്നത്, പിരിവിന് ആഹ്വാനം ചെയ്തതും അതിൻ്റെ QR കോഡ് അടക്കം ഷെയർ ചെയ്യപ്പെട്ടതും അതിലേക്ക് ക്യാഷ് വന്നതിൻ്റെ റെസിപ്റ്റുകളെല്ലാം സുലഭമാണ്. അതുകൊണ്ട് ആ ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ ആർക്കും കഴിയില്ല. മാത്രമല്ല ഇതിങ്ങനെ ഒരു പ്രശ്നമായപ്പോൾ ഇയാളെ വിളിച്ചിട്ട് എല്ലാവരും നിരന്തരമായി വിളിച്ച് ഇയാളെ ശല്യപ്പെടുത്തുക, ഇയാളെ ബുദ്ധിമുട്ടിയാക്കുക, ഇയാളെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു കലാപാഹ്വാനത്തിൻ്റെ മാതൃകയാണത്. ഒരു ഇന്ത്യൻ പൗരൻ നിലക്ക് അയാൾക്ക് ഒരു സിം കാർഡ് എടുത്ത് ഉപയോഗിക്കാനും
അയാൾ അതുമൂലം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഹ്വാനം ചെയ്തത് ആരാണോ അയാളും ഒരു പക്ഷേ നിയമത്തിന് മുന്നിൽ വന്നേക്കാം. നിങ്ങളെന്തായാലും എങ്ങനെയായാലും എനിക്ക് നഷ്ടവും ലാഭവും ഇല്ല, പക്ഷേ അറിവില്ലാത്തതിൻ്റെ പേരിൽ മറ്റേതോ കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ട് കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് മറ്റൊരു പുലിവാലും കൂടെ മറ്റൊരു ബുദ്ധിമുട്ടും കൂടെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. നിങ്ങൾ പലപ്പോഴും ഇത്തരം കമ്പനികൾ ചാവേറുകളാക്കാറുണ്ട്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഒരിക്കലും കമ്പനിക്ക് വേണ്ടി ചാവേറായി രംഗത്തിറങ്ങരുത്. നിങ്ങളൊരിക്കലും ഇയാളെ വിളിച്ചിട്ട് മോശമായി സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാം, നിയമപരമായ കാര്യങ്ങൾ മാത്രം ചോദിച്ചറിയാം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പോൾ 2-3 വോയിസ് കേട്ടു, കോൾ റെക്കോർഡ് കേട്ടു. അതിലൊക്കെ ഭീഷണിപ്പെടുത്തുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് വിളിച്ചത് കൊണ്ട് ആ സംസാരത്തിനിടയിൽ എന്ത് തന്നെ പ്രശ്നം വന്നാലും നമ്മളാണ് കുറ്റക്കാരെന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തിയെയും അയാളെ നമ്പറിലേക്ക് വിളിച്ച് അയാളെ ചീത്ത പറയാനോ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അവകാശമുണ്ടായിരുന്നു അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ അയാളൊരു തെറ്റുകാരനായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന തെളിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അയാൾ നിയമം എല്ലാം അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾ അതെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. മാത്രമല്ല പരാതികൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമുണ്ടാവും. പിന്നെ ആ ഒരു മനുഷ്യൻ്റെ നമ്പർ നമ്മൾ മിസ്യൂസ് ചെയ്ത് അതിലേക്ക് വിളിച്ച് സംസാരിച്ച് അയാൾ ബുദ്ധിമുട്ടിച്ചാൽ ആ ഒരു വകുപ്പിൽ കൂടി അയാൾക്ക് പരാതി കൊടുക്കാനും കഴിയും. അപ്പോൾ അതിൻ്റെ പിറകിൽ പോയി വെറുതെ ഉള്ള സ്വൈരവും കൂടി കളയരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ തെറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനിയാണെങ്കിൽ കമ്പനി അതിൻ്റെ നിയമമായിട്ട് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കണമെങ്കിൽ അത് രഹസ്യമായിട്ട് കൊടുക്കുക. കൊടുക്കുന്നവരല്ല തെറ്റ്, വാങ്ങുന്നവരാണ് തെറ്റുകാർ. വാങ്ങുന്നവരതിന് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് അയാളെ വിളിച്ച് ചീത്ത പറഞ്ഞാൽ നിങ്ങളായിരിക്കും തെറ്റുകാർ. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ മാന്യമായിട്ട് ജീവിക്കാൻ നോക്കുക. ഇതാണ് നിങ്ങളുടെ സമാധാനത്തിനും ഏറ്റവും നല്ലത്.